വാട്ട് ദിസ് കുറുമ്പൻകുട്ടി ഈറ്റിംഗ് എ ഡേ ഇതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെന്നെ പെട്ടെന്ന് പഠിപ്പിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതാവുമ്പോൾ രണ്ടു പേർക്കും ഒരുമിച്ചിരുന്ന് നല്ല സമാധാനത്തോടുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാം. വിശന്ന് കഴിഞ്ഞാൽ എനിക്കും അവന് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെന്നെ നേരത്തെ കൂട്ടി പഠിപ്പിക്കുകയാണെങ്കിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ അവന് കൊടുത്തിരിക്കുന്നത് അവോക്കാഡോയാണ്. അതൊന്നെങ്കിൽ ഉടച്ചിട്ട് സ്പൂണിലാക്കി ഇങ്ങനെ കയ്യിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത അവോക്കാഡോ ആണെന്നുണ്ടെങ്കിൽ അവന് കയ്യിൽ പിടിക്കാവുന്ന രീതിയിലുള്ള പീസാക്കിയിട്ട് ഞാനവന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തത് ഓറഞ്ച് നല്ലൊരു വിറ്റമിൻ സിൻ്റെ സോഴ്സാണ്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാനായിട്ട് ഓറഞ്ച് കൊടുക്കാനായിട്ട് അവൻ്റെ ഡോക്ടർ പറഞ്ഞിരുന്നു. ഓറഞ്ച് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ഇതിൻ്റെ കുരുവും കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞ് പീസാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതെടുത്ത് കഴിച്ചോളൂ കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഉച്ചയൂണിന് സമയമായി. അപ്പോൾ പിന്നെ നമ്മൾ ബ്രൊക്കോളി, സ്വീറ്റ് പൊട്ടാറ്റോ, പരിപ്പ്, ചോറ് ഇതെല്ലാം കൂടി വേവിച്ചിട്ട് യോഗട്ട് ചേർത്തിട്ട് പിന്നെ കുറച്ച് നെയ്യും ചേർത്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പും പഞ്ചസാരയും ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉറക്കം നിർബന്ധമാണ്. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സാണ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ സ്ട്രോബെറി, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊരിച്ചെടുത്ത മുട്ടയാണ് കൊടുക്കുന്നത്. ചില ഫുഡ്സിനൊക്കെ അലർജി ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഗ്ലാസ്സിൽ കുറച്ചിങ്ങനെ ഒഴിച്ച് കൊടുക്കും. ഇവിടെ ഹാർഡ് വാട്ടർ ആയതുകൊണ്ടാണ് ഞാൻ കുപ്പിവെള്ളം കൊടുത്തത്. ഇവിയാൻ്റെ കുപ്പിവെള്ളമാണ് കൊടുത്തത്. ഒഴിച്ച് കൊടുത്ത വെള്ളത്തിൻ്റെ പകുതി അകത്തോട്ടും പകുതി പുറത്തോട്ടുമായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. ആകെ ഒരു അലമ്പ് മൂടായിരിക്കും. എങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ഇവർ പഠിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.